നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. എല്ലാറ്റിനെയും പ്രതിഷേധിച്ച് ജയിക്കാനാവില്ല. ചിലപ്പോൾ നിശബ്ദതയും മികച്ച മറുപടി തന്നെയാണ്. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. അന്ന് അയാൾ ജോലി കഴിഞ്ഞ് വളരെ ദേഷ്യത്തിലാണ് വന്നത്. മേലുദ്യോഗസ്ഥൻ തന്നെ തെറ്റിദ്ധരിച്ചതിന്റെയും ശാസിച്ചതിന്റെയും പക അയാൾക്കുണ്ടായിരുന്നു. അയാളുടെ ധാർമ്മിക രോഷം ആളിക്കത്തി. ദേഷ്യത്തിന്റെ കാരണം അന്വേഷിച്ച അച്ഛനോട് ഓഫീസിൽ നടന്ന അനിഷ്ട സംഭവത്തെക്കുറിച്ച് അയാൾ വിവരിച്ചു. നീ അയാൾക്കെതിരെ പരാതി നൽകണം, ശക്തമായ ഭാഷയിൽ തന്നെ നൽകണം, അച്ഛൻ പറഞ്ഞു. അയാൾ ഉടനെ വളരെ വൈകാരികവും പ്രതിഷേധ സൂചകവുമായ കത്ത് ഉന്നതാധികാരിക്ക് എഴുതി. വാക്കുകളുടെ മൂർച്ച ഒട്ടും കുറയരുതെന്ന് അച്ഛൻ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അച്ഛൻ മകനോട് ചോദിച്ചു, നീ ആ കത്ത് ഇന്ന് തന്നെ അയക്കുന്നില്ലേ? അയാൾ അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി അത് അയക്കണമെന്നില്ല, എന്റെ ദേഷ്യം അടങ്ങി. മറുപടി കേട്ട് അച്ഛൻ പുഞ്ചിരിച്ചു, അവന്റെ തോളിൽ തട്ടി. സ്വയം പ്രതിരോധ മാർഗങ്ങൾ പോലെ പ്രസക്തമാണ് സ്വയം നിയന്ത്രണ മാർഗങ്ങളും. സ്വയം നിയന്ത്രണശേഷിയുള്ള ഒരാളെയും പുറത്തുനിന്ന് തകർക്കാനാവില്ല. നാം പ്രകോപിതനോ ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്വന്തം മനോവ്യാപാരങ്ങൾക്കു മേലുള്ള നമ്മുടെ അധീശത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. എല്ലാറ്റിനെയും പ്രതിഷേധിച്ച് തോൽപ്പിക്കാനാവില്ല. ചിലപ്പോൾ സ്വകാര്യ പ്രതിഷേധം നല്ലതായിരിക്കും, അല്ലെങ്കിൽ സമയം അനുവദിക്കുക എന്നതാണ് രണ്ടാമത്തെ മാർഗം. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്ക് പ്രഹരശേഷി കൂടും. അംഗീകരിക്കുക എന്നതാണ് മൂന്നാമത്തെ മാർഗം. ഓരോരുത്തരെയും അവരവരുടെ സ്വാഭാവിക രീതികളോടെ സ്വീകരിക്കാനും എല്ലാവിധ പെരുമാറ്റ ശൈലികളോടും സ്വയം പൊരുത്തപ്പെടുകയും ചെയ്യുക. എടുത്തുചാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. അനാരോഗ്യകരമായവയെ അവഗണിക്കാനും അനാവശ്യമായവയെ അകറ്റി നിർത്താനും നമുക്ക് ശീലിക്കാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.